ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായി, ഞങ്ങളുടെ മൂത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യേഷ്ഠ സഹോദരിയായി ഞങ്ങൾ ഈ കുടുംബത്തിൽ അവരെ സംരക്ഷിക്കും പൂർണ്ണമായി, എല്ലാ അർത്ഥത്തിലും. ജ്യേഷ്ഠ സഹോദരി ശ്രീമതി ഐഷ പോറ്റി, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഈ നാടിൻ്റെ ജനനായകൻ പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ KPCCയുടെ ഭാരവാഹികൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കിത് ഏറ്റവും സന്തോഷകരമായൊരു നിമിഷമാണ്. ഈ നാടിൻ്റെ പ്രിയപുത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഇരു കൈകളും നീട്ടി ഈ കുടുംബത്തിലേക്ക് ശ്രീമതി ഐഷ പോറ്റിയെ കോൺഗ്രസ് പ്രവർത്തകർ ഒരേ വികാരത്തോടെ സ്വീകരിക്കുന്ന അപൂർവമായ നിമിഷമാണ്. എന്നോട് ആദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പുറത്ത് നിൽക്കുമ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ ബഹുമാനമുണ്ടായിരുന്ന ഒരാളാണ് ശ്രീമതി ഐഷ പോറ്റി. ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായി, ഞങ്ങളുടെ മൂത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യേഷ്ഠ സഹോദരിയായി ഞങ്ങൾ ഈ കുടുംബത്തിൽ അവരെ സംരക്ഷിക്കും പൂർണ്ണമായി, എല്ലാ അർത്ഥത്തിലും. ഞാൻ അവര് കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വെറും UDF അല്ല, നമ്മുടെ UDF, ടീം UDF ആണ്. ആ ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ തിളക്കമാർന്ന വിജയം നേടി അധികാരത്തിലേക്ക് വരും. കാരണം കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല ഇന്നത്തെ UDF. നമ്മളെ വിട്ടുപോയിരുന്ന, കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ വിട്ടുപോയിരുന്നവരെല്ലാം തിരിച്ചെത്തുകയാണ്. നിരവധി വ്യക്തികൾ തിരിച്ചെത്തുകയാണ്. ഈ സംസ്ഥാനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആയ ആളുകൾ, ഒപ്പീനിയൻ മേക്കേഴ്സ്, നിരവധി ആളുകൾ വരികയാണ്. കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളല്ല എങ്കിൽ പോലും ഇടതുപക്ഷം വരണം, ഇടതുപക്ഷം വന്നാൽ നല്ലതായിരിക്കും, അവർ നാടിന്റെ സങ്കടങ്ങൾ മാറ്റുമെന്ന് കരുതി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന 10,000-കണക്കിന് ആളുകൾ UDFിലേക്ക് വരികയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാട്ടിൽ കുറെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരെ കാണുമ്പോൾ ചിരിച്ചേക്കണം. എന്താ കാര്യം? അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.